തമിഴ്നാട് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ടി.വി.കെയുടെ വഴിയടയ്ക്കാൻ പരമാവധി ശ്രമിച്ചതാണ്. എന്നാൽ വിജയ്ക്കും ടി.വി.കെയ്ക്കും പിന്നിലായി കോൺഗ്രസിനെ അണിനിരത്തി അത് പൊളിച്ചു കൊടുത്തത് രാഹുൽ ഗാന്ധിയാണ്. ഇന്ന് അതേ രാഹുൽ ഗാന്ധിയെ സാക്ഷി നിർത്തി ബി.ജെ.പിയുടെ അജണ്ട പൊളിച്ചു കൊടുത്തിരിക്കുകയാണ് വിജയ്. സിനിമയ്ക്കുള്ളിൽ മാത്രമല്ല വെള്ളിത്തിരയ്ക്ക് പുറത്തും താൻ ഒരു സൂപ്പർ താരമാണെന്ന് പറയാതെ പറയുന്നുണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി വിജയ് അധികാരമേറ്റ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം ആലപിച്ചത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുതിയ നിർദ്ദേശപ്രകാരം ദേശീയ ഗാനത്തിന് മുൻപായി വന്ദേമാതരത്തിന്റെ 6 ഖണ്ഡികകളും ചടങ്ങിൽ ആലപിച്ചു. ഇതോടെ ദേശീയ ഗാനത്തിന്റെ കാര്യത്തിൽ ബി.ജെ.പിയേക്കാൾ ഒരുപടി മുന്നിലാണ് താനെന്ന് വിജയ് തെളിയിച്ചു. എല്ലാത്തിനും സാക്ഷിയായി പുഞ്ചിരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി വേദിയിലുണ്ടായിരുന്നു. ദേശീയ ഗാനത്തിന് മുൻപായി വന്ദേമാതരത്തിന്റെ 6 ഖണ്ഡികകളും ആലപിക്കണമെന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ജനുവരി 28 ഉത്തരവ് വിജയ് സർക്കാർ പൂർണ്ണമായി നടപ്പിലാക്കി ബി.ജെ.പിയേക്കാൾ വലിയ രാജ്യസ്നേഹിയാണ് താനെന്ന് തെളിയിക്കുവാൻ താരത്തിന് സാധിച്ചു. 1950 ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ച 2 ഖണ്ഡികകൾ മാത്രം ആലപിക്കുന്ന രീതിയിൽ നിന്നുള്ള വലിയൊരു മാറ്റമാണിത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ ഗാനാലാപനം നടന്നത് എന്നത് ശ്രദ്ധേയം. വന്ദേമാതരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും ആലപിക്കുന്നത് നിർബന്ധമാക്കുന്നതിനെ എതിർക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിരുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച കൊൽക്കത്തയിൽ നടന്ന പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം ആലപിച്ചിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും ആ ചടങ്ങിൽ പങ്കെടുത്തിട്ടും അവിടെ കേന്ദ്ര നിർദ്ദേശം പാലിക്കപ്പെട്ടില്ല. എന്നാൽ ബി.ജെ.പിയുടെ രാഷ്ട്രീയ എതിരാളിയായി കണക്കാക്കപ്പെടുന്ന വിജയ് തന്റെ ചടങ്ങിൽ കേന്ദ്ര നിർദ്ദേശം കൃത്യമായി പാലിച്ചത് രാഷ്ട്രീയ വൃത്തങ്ങളെ അമ്പരിപ്പിച്ച ഘടകമാണ്. വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചതിനു ശേഷമാണ് ദേശീയ ഗാനം ആലപിച്ചത്. ഇതിനുശേഷം തമിഴ്നാടിന്റെ സംസ്ഥാന ഗാനമായ തമിഴ് തായ് വാഴ്ത്ത് ആലപിച്ചിട്ടാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും വിവാദം അശേഷം ഉണ്ടായിരുന്നില്ല വിജയുടെ ചടങ്ങിൽ. ദിവസങ്ങൾ നീണ്ട സസ്പെൻസുകൾക്കൊടുവിലാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി സൂപ്പർ സ്റ്റാർ ജോസഫ് വിജയ് ചന്ദ്രശേഖർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ സജ്ജീകരിച്ച വേദിയിലാണ് തമിഴ്നാട് ചരിത്രത്തിന്റെ ഭാഗമായി മാറുന്ന സത്യപ്രതിജ്ഞ നടന്നത്. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി പദവിക്കൊപ്പം ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെയുള്ള സുപ്രധാന വകുപ്പുകൾ വിജയ് കൈവശം വയ്ക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും എത്തിയിരുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങ് ചെന്നൈ നഗരത്തിലെ 20 കേന്ദ്രങ്ങളിൽ പ്രത്യേകം സ്ക്രീനുകളിൽ തത്സമയം പ്രദർശിപ്പിച്ചാണ് ടി.വി.കെ പ്രവർത്തകർ ആഘോഷമാക്കിയത്. സത്യപ്രതിജ്ഞാ ചടങ്ങ് നേരിട്ട് വീക്ഷിക്കാൻ മാതാപിതാക്കളും സുഹൃത്ത് തൃഷയും എത്തിയിരുന്നു. എം.ജി.ആറിന് ശേഷം തമിഴ്നാട് മുഖ്യമന്ത്രിയാകുന്ന സിനിമാ താരമാണ് വിജയ്. 1967 ശേഷം ദ്രാവിഡ പാർട്ടികളായ DMK-ക്കും AIDMK-ക്കും പുറത്തുനിന്ന് തമിഴ്നാട് ഭരിക്കുന്ന ആദ്യ നേതാവായും വിജയ് മാറിക്കഴിഞ്ഞു. വിജയ്ക്കൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. കോൺഗ്രസ് പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായി മന്ത്രിസഭയുടെ ഭാഗമാകുന്നു എന്ന പ്രത്യേകതയും ഈ സർക്കാരിനുണ്ട്. കോൺഗ്രസ് സർക്കാരിനെ വീഴ്ത്തി DMK അധികാരത്തിൽ വന്നതിനു ശേഷം ഏറെ നാളായി കോൺഗ്രസിന് മന്ത്രിമാർ ആരും തന്നെ തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നില്ല. DMK-യുടെ സഖ്യകക്ഷിയായിരുന്നെങ്കിലും മന്ത്രിസഭയിൽ കോൺഗ്രസിന് പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല. പിന്നാലെയാണ് 2 കോൺഗ്രസ് MLA-മാരെ പ്രതിനിധി ആക്കുവാൻ വിജയ് തയ്യാറായത്. സംഘപരിവാറിനെതിരെ രാജ്യം മുഴുവൻ പോരാട്ടം നയിക്കുന്ന രാഹുൽ ഗാന്ധിക്കൊപ്പം ഇനിയുള്ള നാളുകൾ താനും ഉണ്ടാകുമെന്ന സന്ദേശവും വിജയ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കൈമാറി കഴിഞ്ഞു. അതിന്റെ ആദ്യ ചുവടുവയ്പാണിത്. ബി.ജെ.പിയേക്കാൾ വലിയ രാജ്യസ്നേഹിയാണ് താനെന്ന് വിജയ് പറയാതെ പറഞ്ഞിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ M.G. രാമചന്ദ്രനുമായി താരതമ്യം ചെയ്യപ്പെടുന്ന തരത്തിലുള്ള ജനപിന്തുണയാണ് നടൻ കൂടിയായ വിജയ് റാലികളിൽ നേടിയത്. പെരമ്പൂർ, തൃച്ചി ഈസ്റ്റ് എന്നീ 2 മണ്ഡലങ്ങളിൽ നിന്നും വിജയിച്ച വിജയ് ഇതിൽ ഒരെണ്ണം ഉടൻ രാജിവെക്കുമെന്നാണ് പ്രഖ്യാപനം വന്നിരിക്കുന്നത്.